അപ്പോൾ ഇനി നമ്മൾ 106-ാമത്തെ പേജിലേക്ക് വരികയാണ്. 106-ാമത്തെ പേജിൽ ഒരു മ്യൂസിയം കാണിച്ചിട്ടുണ്ട്. ആ മ്യൂസിയത്തിൻ്റെ മുൻപിൽ ഒരു അസ്ഥികൂടം കാണിച്ചു തന്നിട്ട് അതിന് മുകളിൽ ഒരു തലക്കെട്ടായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. കം ലെറ്റ് us see and study the path of evolution of life through fossils and skeleton. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വരൂ, ഫോസിലുകളുടെയും അസ്ഥികൂടങ്ങളിലൂടെയും ജീവപരിണാമ പാത കാണാം, പഠിക്കാം. അതായത് ജീവൻ്റെ പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ലൈഫ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഫോസിലുകളിലൂടെയും അസ്ഥികൂടങ്ങളിലൂടെയും ജീവപരിണാമം എവല്യൂഷൻ ഓഫ് ലൈഫ് സംഭവിച്ചത് എന്ന് കാണാമെന്നുള്ളതാണ്. പേജ് 106 അവിടെ 173-ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ആ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം 173-ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റഡി ഗീവ്സ് എവിഡൻസ് ഓഫ് ദ സയൻറ്റിഫിക് കൺസെപ്റ്റ് ദാറ്റ് ഓൾ ലിവിങ് ബീങ്സ് ഹാവ് എവോൾവ്ഡ് സീക്വൻസ്ലി. അതായത് ഏത് ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഏത് പഠനമാണ് ജീവജാലങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? സീക്വൻസ്ലി, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പരിണമിച്ച് വന്നതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ദ സ്റ്റഡി ഓഫ് ദ ഫ്രെയിംവർക്ക് ഓഫ് ഓർഗാനിസം ഗീവ്സ് സെവറൽ എവിഡൻസ് ഫോർ ദ സയൻറ്റിഫിക് കൺസെപ്റ്റ് ദാറ്റ് ലിവിങ് ബീങ്സ് ഹാവ് ഇവോൾവ്ഡ് സീക്വൻസ്ലി. എന്താണ്? ജീവജാലങ്ങൾ ഇവോൾവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സീക്വൻസ്ലി, ഒന്നിനു പുറകെ ഒന്നാണ് എന്നുള്ള ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് പഠനത്തിന് നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ജ്ഞാനം ലഭിക്കുന്നത് എന്താണ്? ജീവജാലങ്ങളുടെ ഫ്രെയിം വർക്കുകൾ, അതായത് അവയുടെ അസ്ഥികൂടത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവയുടെ ചട്ടക്കൂടിനെ കുറിച്ചുള്ള പഠനമാണ് ഈ ജീവജാലങ്ങൾ സീക്വൻസിലി ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇവോൾവ് ചെയ്താണ് വന്നിരിക്കുന്നുള്ള ആ ഒരു ആശയം അല്ലെങ്കിൽ ജ്ഞാനം നമുക്ക് നൽകുന്നത്. ഇനി 174-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റഡിയിങ് ഹൈഡ്രോസ്കെൽട്ടൻ? എന്താണ് ഹൈഡ്രോസ്കെൽട്ടനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോസ്കെൽട്ടനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം? ദ ഹൈഡ്രോസ്കെൽട്ടൻ ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഓർഗാനിസം ലൈക്ക് എർത്ത് വേംസ് ആൻഡ് ജെല്ലിഫിഷിൻ്റെയും അതുപോലെ തന്നെ എർത്ത് വേമിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? നമുക്ക് ഇത്തരത്തിലുള്ള ഹൈഡ്രോസ്കെൽട്ടൻ ഉള്ള ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? ഇത് സഹായിക്കുന്നു. ഇനി 175-ാമത്തെ ചോദ്യം. വാട്ട് കൈൻഡ് ഓഫ് സ്കെൽട്ടൻസ് ദ വെർട്ടിബ്രേറ്റ് ഹാസ്? അതായത് ഏത് തരത്തിലുള്ള സ്കെൽട്ടനാണ് വെർട്ടിബ്രേറ്റ്, അതായത് നട്ടെല്ലുള്ള ജീവികൾക്ക് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെർട്ടിബ്രേറ്റ്സ് ഓർഗാനിസംസ് ആർ വിത്ത് എൻഡോസ്കെൽട്ടൻ. അതായത് നട്ടെല്ലുള്ള ജീവജാലങ്ങൾ എൻഡോസ്കെൽട്ടൻ, അതായത് ആന്തരികമായിട്ടുള്ള എല്ലുകളോട് കൂടിയിട്ടുള്ള എന്താണ് ഘടനയാണ് ഏത് വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ജീവജാലങ്ങൾക്ക് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 176-ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ എൻഡോസ്കെൽട്ടൻ ക്രീച്ചേഴ്സ്? എന്താണ് എൻഡോസ്കെൽട്ടൻ ക്രീച്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്? അവയ്ക്കുള്ള ഗുണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എൻഡോസ്കെൽട്ടൻ ക്രീച്ചേഴ്സിന് ഒരു എന്തെല്ലാമാണ് ഗുണങ്ങൾ ഉള്ളത് മറ്റുള്ള ജീവജാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻഡോസ്കെൽട്ടൻ പ്രൊവൈഡ് മോർ ഫ്ലെക്സിബിലിറ്റി. നമ്മളുടെ ശരീരത്തിന് ഉള്ളിൽ നട്ടെല്ല് വന്നിരിക്കുന്നത് കൊണ്ട്, ഈ സ്കെൽട്ടൻ സിസ്റ്റം വന്നിരിക്കുന്നത് കൊണ്ട് കൂടുതൽ വഴക്കം കിട്ടുന്നു, കൂടുതൽ ചലനത്തിന് സാധിക്കുന്നു. ആൻഡ് ഓൾസോ സപ്പോർട്ട് ദെയർ ലാർജ് ബോഡീസ്. അവ നമ്മളുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി 177-ാമത്തെ ചോദ്യം. റൈറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. നമ്മളോട് ഹ്യൂമൻ്റെ പരിണാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ബൈപീഡിയൽ വാക്കിംഗ്, അതായത് 2 കാലുകൾ കൊണ്ട് നടക്കുവാൻ തുടങ്ങിയതാണ് മനുഷ്യൻ്റെ ആ എവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് കാണപ്പെടുന്നത്. ഇനി 178-ാമത്തെ ചോദ്യം. ഹൗ എൻഡോസ്കെൽട്ടൻ ആൻഡ് ബൈപീഡിയൽ വാക്കിംഗ് ഹെൽപ്ഡ് ഹ്യൂമൻസ്? എങ്ങനെയാണ് എൻഡോസ്കെൽട്ടൻ ആന്തരികമായിട്ടുള്ള ആ സ്കെൽട്ടൻ സിസ്റ്റം അസ്ഥികൂടവും അത് 2 കാലിലുള്ള നടത്തവും ബൈപീഡിയൽ വാക്കിങ്ങും മനുഷ്യനെ സഹായിച്ചത്? എൻഡോസ്കെൽട്ടൻ സിസ്റ്റം ആൻഡ് ബൈപീഡിയൽ വാക്കിംഗ് ഹെൽപ്ഡ് ഹ്യൂമൻ ബീയിങ്സ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. ഈ 2 സിസ്റ്റങ്ങളും മനുഷ്യനെ ദീർഘദൂരം സഞ്ചരിക്കുവാനായിട്ട് സഹായിച്ചു. ആൻഡ് ഫൈൻഡ് സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്.
അതുപോലെ തന്നെ ഏറ്റവും ഉചിതമായിട്ടുള്ള ജീവിതാവസ്ഥകൾ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ദസ് ഹെൽപ്പിംഗ് ഇൻ എക്സ്പാൻഷൻ ഓഫ് ഹ്യൂമൻ റേസ്. അങ്ങനെ മനുഷ്യൻ്റെ ആ റേസിനെ ഭൂമി മുഴുവൻ എക്സ്പാൻഡ് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇനി 179ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എവല്യൂഷൻ ഓഫ് ലൈഫ്? എന്താണ് ജീവൻ്റെ പരിണാമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സയൻറ്റിഫിക് കൺസെപ്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ formation of diversity of life that evolved on earth over millions of years are called evolution of life. അതായത് ഇതൊരു ശാസ്ത്രീയമായ കൺസെപ്റ്റാണ്, എന്താണ്, ഒരു കാഴ്ചപ്പാടാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ. അതെന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. കോംപ്രഹെൻസീവ്, അത് സമഗ്രമായിട്ട് ഉള്ള ഒരു വിശദീകരണവും നൽകുന്നു. എന്തിനെക്കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത്? ഫോർമേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്. ഈ വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളുടെ രൂപത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് ശരിയായ രീതിയിലുള്ള വിശകലനം നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇവ രൂപപ്പെട്ടത്? എവിടെ? ഓൺ എർത്ത് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് എങ്ങനെയാണ് ജീവജാലങ്ങൾ ഇന്നത്തെ രീതിയിലേക്ക് രൂപപ്പെട്ടു വന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് വിവരിച്ചു നൽകുന്ന ആ ശാസ്ത്രശാഖയെയാണ് എന്ത് പറയുന്നത്? എവല്യൂഷൻ ഓഫ് ലൈഫിൻ്റെ പഠനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവൻ്റെ പരിണാമം എന്ന് പറയുന്നത്. ഇനി 180ാമത്തെ ചോദ്യത്തിലേക്ക് വരിക. വിച്ച് ആർ ദ ഏരിയാസ് ഓഫ് സ്റ്റഡി ഗീവ്സ് ദ പിക്ചർ ഓഫ് എവല്യൂഷൻ ഓഫ് ലൈഫ് എവിഡൻസസ് ഫ്രം വേരിയസ് സ്പേസ്? ഏതെല്ലാം ഏരിയകളിലാണ് ജീവൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് നൽകുന്നത്? ദ പിക്ചർ ഓഫ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി എവിഡൻസ് ഫ്രം വേരിയസ് സ്പേസ് സച്ച് ആസ് ജനറ്റിക്, എംബ്രിയോളജി, പാലിയൻറ്റോളജി ഓർ ദ സ്റ്റഡി ഓഫ് ഫോസിൽസ്. അതായത് ഫോസിലുകളുടെ സ്റ്റഡി, അല്ലെങ്കിൽ പാലിയൻറ്റോളജിയിൽ നിന്ന് എംബ്രിയോളജി, അതായത് എംബ്രിയോകളുടെ സ്റ്റഡി, അതുപോലെ തന്നെ ജനറ്റിക്സിൻ്റെ സ്റ്റഡി, ഇവയിൽ നിന്നെല്ലാമാണ് എന്താണ് ജീവൻ്റെ പരിണാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 181ാമത്തെ ചോദ്യം, വാട്ട് ഈസ് പാലിയൻറ്റോളജി? പാലിയൻറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? പാലിയൻറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഓൺ എർത്ത് ആസ് ബേസ്ഡ് ഓൺ ഫോസിൽസ്. അതായത് ഫോസിലുകളുടെ ഘടനയിൽ കുറിച്ച് പഠിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ജീവൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാലിയൻറ്റോളജി എന്ന് പറയുന്നത്. ഇനി 182ാമത്തെ ചോദ്യം, ഹൗ ദ സ്റ്റഡീസ് ഓഫ് ഫോസിൽസ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് എവല്യൂഷൻ? എങ്ങനെയാണ് ഫോസിലുകളുടെ പഠനം എവല്യൂഷനെ, പരിണാമത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ദ സ്റ്റഡി ഓഫ് ഫോസിൽസ് ഷെഡ് ലൈറ്റ് ടു ദ പാസ്റ്റ്. അതായത് ഫോസിലുകളുടെ പഠനം കഴിഞ്ഞ കാലത്തെ, പാസ്റ്റിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നു. ഓക്കെ, ദ സ്റ്റഡി ഓഫ് ദ ഫോസിൽസ് റേഞ്ചിങ് ഫ്രം സിമ്പിൾ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ ടു ദ കോംപ്ലക്സ് സ്ട്രക്ചർ ഓർഗാനിസം ഇൻക്ലൂഡ് ഡൈനോസേഴ്സ് ആൻഡ് മാമൽസ് tells the story of dynamic nature of life. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഫോസിലുകളെ പഠിക്കുന്നത് സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ, ഈ ബാക്ടീരിയ മുതൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ടുള്ള ഡൈനോസേഴ്സും അതുപോലെ തന്നെ മാമൽസിനെയും, പ്രസവിക്കുന്ന ജീവികളെയും കുറിച്ച് പഠിക്കുന്നത് എല്ലാം എന്ത് ചെയ്യുന്നു? എവല്യൂഷനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ദ സ്റ്റഡി ഇൻക്ലൂഡ്സ് ഫോസിൽസ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ സയൻറ്റിഫിക്കലി ദ എവല്യൂഷണറി ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ. ഇത് പിന്നെ മറ്റൊരു കാര്യം കൂടി സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ജീവജാലങ്ങളെല്ലാം ഇന്റർ റിലേഷൻ, ആന്തരികമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത്, അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ബാഹ്യമായിട്ട് കാണുന്നില്ലെങ്കിലും ആന്തരികമായിട്ട് അവ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നും നമുക്ക് നിരീക്ഷിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. ഒബ്സർവേഷൻ, എവിഡൻസ് ആൻഡ് സയൻറ്റിഫിക് അനാലിസിസ് റാദർ ദാൻ അസംഷൻ ഓർ സ്പെക്കുലേഷൻ. നമുക്ക് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ബന്ധങ്ങളെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. ഏത്? ഈ ചെറിയ എന്താണ് പറയുന്ന ബാക്ടീരിയ മുതൽ മാമൽസ് മുതൽ ദിനോസർ വരെയുള്ള ജീവജാലങ്ങൾക്കുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി 183ാമത്തെ ചോദ്യം, പാലിയോജീനോമിക് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് പാലിയോജീനോമിക്? പാലിയോജീനോമിക്സ് ഈസ് എ ഫീൽഡ് ഓഫ് സയൻസ്. ഇതൊരു ശാസ്ത്രീയ ശാഖയാണ്. ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ജീനോമിക് ഇൻഫർമേഷൻ ഇൻ എക്സ്റ്റിൻറ്റ് സ്പീഷ്യസ്. അതായത് വംശനാശം വന്നിരിക്കുന്ന ജീവജാലങ്ങളുടെ ജീനുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത് എന്ന് പറയുന്നത്? പാലിയോജീനോമിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഏതിലേക്കാണ്? 184ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് സ്വാൻഡെ പോബോ, ദ സ്വീഡിഷ് എവല്യൂഷണറി ജനറ്റിസ്റ്റ്
ലേ ദ ഫൗണ്ടേഷൻ ഫോർ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് കോൾഡ് പാലിയോജിനോമിക്സ്. എങ്ങനെയാണ് ഈ സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? സാൻഡോ പാബോ ഈ ശാസ്ത്രശാഖയ്ക്ക് തുടക്കം ഇട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്വീഡിഷ് എവല്യൂഷണറി സയൻറ്റിസ്റ്റ് സ്വാൻഡോ പാബോ അനലൈസ്ഡ് DNA എക്സ്ട്രാക്റ്റഡ് ഫ്രം ആൻഷ്യൻറ്റ് പീസസ് ഓഫ് ബോൺസ്. അദ്ദേഹം എന്താണ് പ്രാചീന കാലത്തുള്ള എല്ലുകളിൽ നിന്നും DNA എടുത്തു. ആൻഡ് മെയ്ഡ് ക്രൂഷ്യൽ ഡിസ്കവറീസ് അബൌട്ട് ദ ജനറ്റിക് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻസസ്റ്റേഴ്സ് ആൻഡ് മോഡേൺ മാൻ. എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു? ജീനുകളിലുള്ള വ്യത്യാസമാർ ആധുനിക മനുഷ്യനും അവൻ്റെ പൂർവികരായിട്ടുള്ള മനുഷ്യനും തമ്മിലുള്ള ജീനുകളിലെ വ്യത്യാസം കണ്ടെത്തി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മോഡേൺ ടെക്നോളജി. അതിന് അദ്ദേഹം മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചു. വിച്ച് റിട്രൈവ്സ് അനലൈസ് DNA ഓഫ് ദ ഫോസിൽ. അവിടെ എന്താണ് DNA? ഫോസിലുകളുടെ DNA അദ്ദേഹം പഠിച്ചു. ഓക്കെ, ഹി ലേഡ് ദ അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തു? ഹി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ബ്രാഞ്ച് ഓഫ് സയൻസ് കോൾഡ് പാലിയോജീനോമിക്സ്. അങ്ങനെ അദ്ദേഹം പാലിയോജീനോമിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയ്ക്ക് അടിസ്ഥാനമിട്ടു. ഇനി 185ാമത്തെ ചോദ്യം. വാട്ട് ഫോർ സ്വാൻഡോ പോബെ ദ സ്വീഡിഷ് എവല്യൂഷണറി ജെനറ്റിസ്റ്റ് വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 2022. എന്തിനാണ് 2022 ഈ സ്വീഡിഷ് ശാസ്ത്രജ്ഞനുമായ സ്വാൻഡേ പാബോയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയത്? സാൻഡേ പാബോ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 2022. അതായത് 2022 അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് ഫോർ ഹിസ് ലേറ്റസ്റ്റ് ഡിസ്കവറീസ് ഇൻ ദ ജീനോം ഓഫ് ദ എക്സ്റ്റിൻ ഹോമിനീസ് ആൻഡ് എബൌട്ട് ഹ്യൂമൻ എവല്യൂഷൻ. അതായത് വംശനാശം വന്നു പോയിരിക്കുന്ന ഹോമിനീസ് എന്ന് പറയുന്ന ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും മനുഷ്യൻ്റെ പരിണാമവുമായിട്ടുള്ള അവയുടെ ബന്ധത്തെക്കുറിച്ചുമുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം.